ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിന്ന്, പപ്പടത്തോരൻ. ചോറിനും കഞ്ഞിക്കും ഒക്കെ പറ്റിയ സൈഡ് ഡിഷാണ്. അപ്പം ഉണ്ടാക്കാം. വലിയ പപ്പടമാണ്, അതുകൊണ്ട് 5 എണ്ണം ധാരാളമാണ്. ആദ്യം നടു മുറിച്ചിട്ടെടുക്കാം. ഫ്രിഡ്ജിലൊക്കെ വെച്ച പപ്പടമാണെങ്കിൽ വേഗം മുറിഞ്ഞ് കിട്ടും. തിരിച്ചു പിടിച്ചിട്ട് നടു മടക്കാം. വരയെ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 പീസസായി. ഇനി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കണം. നീളത്തിലുള്ള പീസസ് ആക്കിയിട്ട് എടുക്കാം. എല്ലാം ഒരേ വലിപ്പം വേണമെന്നില്ല. ഇതിൻ്റെ പകുതി വലിപ്പം മതിയെന്ന് വെച്ചാൽ അങ്ങനെ മുറിച്ചെടുക്കാം. ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ച് സമയമുള്ളതെന്ന് വെച്ചാൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണിത്. ഉപ്പ് സാധാരണ ചേർക്കണേക്കാളും ഇത്തിരി കുറവ് മതി. പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ, അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസിന് ചേർക്കുമ്പോൾ ഇത്തിരി ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മിക്സിയിലേക്ക് നാളികേരപ്പൂളിടാം. എളുപ്പത്തിന് വേണ്ടി ചിരകാണ്ട് കത്തികൊണ്ട് പൂളിയെടുത്തതാണ്. 1/2 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, ഇത്രയും ഇട്ടിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ തോരന് ചതച്ചെടുത്ത് കഴിഞ്ഞു. വെളുത്തുള്ളി ഒരു 6 എണ്ണം, 10 ചുമന്നുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി രണ്ടും മുറിച്ചെടുക്കാം. സാധാരണ തോരന് മുറിക്കണ പോലെ തന്നെ മുറിക്കിയാൽ മതി. ഇനി ഉള്ളിയും കൂടി കുഞ്ഞു കഷ്ണങ്ങളാക്കാം. സബോളക്കാളും ഈ തോരന് ഉള്ളിയാണ് നല്ലത്. നാളികേരം ചതച്ചതും ഉള്ളിയും വെളുത്തുള്ളിയായി. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുക്കുകയാണ്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ലോണം ചൂടായി. ഇനി പപ്പടത്തിൻ്റെ പീസസ് ഇടാം. ഇത്ര കട്ടിയുള്ള പപ്പടമാണ്. ഒന്ന് ഇളക്കിയിട്ട് കോരി മാറ്റാം. പപ്പടം മുഴുവൻ നമ്മൾ കാച്ചി കഴിഞ്ഞു. അധികമുള്ള എണ്ണ മാറ്റിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണ്ടു. ഇനി 1 ടീസ്പൂൺ കടുക് ഇടാം. 4 ചുവന്ന മുളക് മുറിച്ചതാണിത്. 1 തണ്ട് കറിവേപ്പില, വെളുത്തുള്ളി നുറുക്കി വെച്ചത്. ഇനി ഒന്ന് ഇളക്കാം. ഇനി ഉള്ളി നുറുക്കിയതിടാം. ഒന്ന് മൂത്ത് വരട്ടെ. സാധാരണ തോരന് വേണ്ടതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉള്ളി നാളികേരമൊക്കെ എടുത്തിട്ടുണ്ട്. കളർ മാറി വഴന്ന് വരണം നല്ലോണം. ഇനി ചതച്ച് വെച്ച നാളികേരം, ജീരകം, പച്ചമുളക് മിക്സ് ഇതിലേക്ക് ചേർക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിളക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കാം. ഇത്തിരി കുറവ് ചേർത്താൽ മതി. പപ്പടം കൂടി ആകുമ്പോൾ പാകമായിക്കോളും. നല്ലോണം ഇളക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. എല്ലാം മിക്സായി പാകമായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. പപ്പടം കാച്ചിയത് ചേർക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ വേഗത്തിൽ തന്നെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക. താങ്ക് യു.